കൊച്ചിയെ സിനിമകളിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് അല്പം ക്രൂരതയുടെ മുഖം നൽകുകയാണ് സാധാരണ മലയാള സിനിമാ പ്രവർത്തകർ ചെയ്യാറുള്ളത്. നമ്മൾ ഇന്നുവരെ കണ്ടിട്ടുള്ള കൊച്ചി പശ്ചാത്തലമായ പല സിനിമകളിലും നമുക്കൊന്നും അറിയാത്ത കൊച്ചിയുടെ മുഖം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് പല സിനിമകളും തുറന്നുകാട്ടി. എന്നാൽ ഇത്തരം സിനിമകളിൽ നിന്നെല്ലാം വളരെയധികം വ്യത്യസ്തമാവുകയാണ് രാജീവ് രവി സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലെത്തി നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന കമ്മട്ടിപ്പാടം എന്ന ദുൽഖർ ചിത്രം. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പി ബാലചന്ദ്രനാണ് കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. പാവപ്പെട്ടവന്റെ ജീവിതത്തെ ചവിട്ടിയരയ്ക്കുന്ന മുതലാളി വർഗത്തിന്റെ നിശബ്ദ ക്രൂരതയാണ് ഈ സിനിമയുടെ പശ്ചാത്തലം എന്ന് പറയാമെങ്കിലും അവതരണ ശൈലിയിലും താരങ്ങളുടെ പ്രകടനത്തിലും ഒന്നിനൊന്ന് മെച്ചമായ രീതിയിലാണ് സിനിമയുടെ ഓരോ നിമിഷവും കടന്നുപോകുന്നത്. ദുൽഖർ സൽമാന്റെ ആദ്യകാല സിനിമകളോട് താതാത്മ്യം പ്രാപിക്കുന്ന രീതിയിലാണ് കമ്മട്ടിപ്പാടം എന്ന സിനിമ തുടങ്ങുന്നത് എങ്കിലും പിന്നീട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിൽ കൊച്ചിയുടെ എല്ലാ ഭാവങ്ങളെയും ആവാഹിക്കാൻ സംവിധായകനായ രാജീവ് രവിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് സിനിമയുടെ ഏറ്റവും വലിയ വിജയം. സമീപകാല സിനിമകളിലെ ഹാസ്യവേഷങ്ങളിലൂടെ നമ്മളെ ഏറെ ചിരിപ്പിച്ചിട്ടുള്ള സൗബിൻ ഈ സിനിമയിൽ ശരിക്കും ആരാധകരെ ഞെട്ടിക്കുന്ന വേഷത്തിലാണ് എത്തിയിരിക്കുന്നത്. അല്പം പോലും നർമ്മം കലരാത്ത ട്രാക്കിലൂടെയാണ് സൗബിന്റെ കഥാപാത്രം സഞ്ചരിക്കുന്നത്. തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് മാറ്റി നിർത്താനാകാത്ത മറ്റൊരു പ്രകടനവുമായി വിനായകനും കമ്മട്ടിപ്പാടം എന്ന സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു. മൂന്ന് കാലഘട്ടങ്ങളിലെ കഥാപാത്രങ്ങളെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ദുൽഖർ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് മേക്ക് ഓവറുകൾ നടത്തിയെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ട് മാറി നിൽക്കേണ്ടി വന്ന ഷൈൻ ടോം ചാക്കോയെ വളരെ നല്ല വേഷത്തിൽ കമ്മട്ടിപ്പാടത്തിൽ കാണുന്നതും ഷൈനിന്റെ ആരാധകർക്ക് ആശ്വാസം പകരുന്നു. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ദുൽഖറിന്റെ സമീപകാല സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ചിത്രമാണ് കമ്മട്ടിപ്പാടം. തീർച്ചയായും കമ്മട്ടിപ്പാടം തിയേറ്ററിൽ പോയി കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരിക്കും എന്ന് ഉറപ്പിച്ചു പറയാം.